ഞാൻ ഇപ്പോ നന്നായി അടിച്ചു വരുന്നൊക്കെ ഉണ്ടല്ലോ. എന്താ എന്റെ സൗണ്ട് പോയി? എന്താ കുഞ്ഞാപ്പ നിങ്ങൾ ജിമ്മിയും കൂടി എന്നും വേളല്ലേ നാട്ടുകാരെ കൊണ്ട് പറയിക്കാൻ? എന്താണ് പ്രശ്നങ്ങളെ? ആ അവിടൊക്കെ പറയണ്ട് എന്നും നിങ്ങള് ഒച്ച പോയി മാനേ എന്നോട് പറയാനേ കുടുങ്ങി പോയി. എന്താ പ്രശ്നം പറയേ? എപ്പൊ നോക്കിയാലും നിങ്ങളെ പ്രശ്നം കേൾക്കാൻ എന്നോട് പറഞ്ഞത് ആരാ പറയാത്തത്? എല്ലാരും പറയുന്നത് കേസ് കൊടുക്കാത്ര നിങ്ങൾ പാതിരാത്രിയായ ഞാൻ തള്ളി മോന് കയറുന്ന ചീറി പൊളിക്കും കേസ് കൊടുക്കും അയൽവാസികള് കേസ് കൊടുത്താൽ കുടുങ്ങിയില്ലേ? നിങ്ങൾ എന്നും ഇങ്ങനെ വെള്ളം വെച്ചാല് ഞങ്ങള് വന്ന് ഒച്ചക്കല്ലടാ മാനെ ഞാൻ ചീറിട്ടിന്റെ ഒച്ച അടഞ്ഞതാണ്. എങ്ങനെ എന്താ കാരണം പറയേ? കാരണം എന്താണ് മൂത്താപ്പ മിഞ്ഞാന്ന് വന്നിന് ഇന്നലെ മിഞ്ഞാന്ന് എന്നോട് പറഞ്ഞ ഒച്ചയും പോയി പറഞ്ഞാ മതി. ഇന്നലെ മിഞ്ഞാന്ന് വന്നിട്ട് മൂത്താപ്പ പറഞ്ഞിട്ട് അറിയ എന്തായാലും ഞാനിവിടെ 2 ദിവസം നിക്കാൻ വേണ്ടി വന്നതാണ് വന്നത്. നാളത്തെ മാതിരി പിന്നെയും വന്നല്ലേ? മൂത്താപ്പ വന്നിട്ട് മൂത്താപ്പാക്ക് ഒന്നെടുക്കണം എന്ന് പറഞ്ഞു. രാത്രി ആയപ്പോ ഇമ്മ അറിയ കുട്ടി മകരിന്റെ ആണെങ്കിൽ കുഴപ്പമില്ല. നിസ്കരിക്കാൻ വേണ്ടിട്ട് ഒന്നെടുക്കാണല്ലോ മൂത്താപ്പ. അപ്പൊ എന്നോട് അറിയാം ഇമ്മ പറഞ്ഞു ഒന്നെടുക്കാൻ കാക്കങ്ങള് പുറത്തേക്ക് ഇറങ്ങണ്ട, കരിക്കും കൂടി മാന്തിയല്ലേ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങണ്ട, കാക്കങ്ങള് ഒന്ന് ഉള്ളിന്ന് എടുത്തോളിയായിരുന്നു. അതിന് മൂത്താപ്പ കക്കൂസിന്റെ ഒന്നും ഞാൻ ഒന്നെടുക്കൂല, എന്താണ് കജ്ജിയൊക്കെ ഞാൻ ഒന്നെടുക്കൂല, ഞാൻ പുറത്തുനിന്ന് തന്നെ ഒന്നെടുത്തോളൂ. നിങ്ങൾ എന്താ പഠിപ്പിയാണ് ഉമ്മി മക്കൾ കണ്ടു മോന് വരണ്ട് ഞങ്ങൾ നേരക്ക് വന്നു എന്നോട് പറയാം. അപ്പൊ ഉമ്മ അറിയുന്ന മൂത്താപ്പ നിങ്ങള് പേടിക്കണേ കുഞ്ഞാപ്പൂനും കലായിന്റെ അകത്ത് പൈപ്പന്മാർ വന്നോളിങ്ങള് കരിക്കും മോദിയാന്ന് പറഞ്ഞു. അതൊന്നും മോനെ മൂത്താപ്പ കേട്ടില്ല. എന്നോട് അറിയാളാ കുഞ്ഞാപ്പാണ്ട് പോയിക്ക എന്താടാ ഞാൻ കുട്ടിയാണ് എന്നോട് പറഞ്ഞയച്ച്. അത് കഴിഞ്ഞ് മോനെ കുറച്ച് കഴിഞ്ഞപ്പോ മൂത്താപ്പാന് ചേർന്ന് കേൾക്കണ്. ഞാൻ മൂത്താപ്പാനോട് പറഞ്ഞയച്ചിട്ട് ഞാൻ മോനെ വെട്ടി വെഞ്ഞേന്. മൂത്താപ്പ അവിടുന്ന് വരുമ്പോ കുറച്ച് മിച്ചാറൊക്കെ കൊടുത്തയച്ചിട്ടുണ്ട്. എന്തായാലും കൊടുത്തേക്കായിരിക്കും. അങ്ങനെ എന്നോട് പറയാൻ അത് വെട്ടി ഞങ്ങനെ വെങ്ങിക്കുമ്പോണ്ട് മൂത്താപ്പ ചൈത്താൻ വന്ന് പുലി വന്ന് ചൈത്താൻ വന്ന് പറഞ്ഞിട്ട് ചീർന്നു. മക്കളെ അത് കേട്ടപ്പോ ഞാൻ ഇമ്മയും കൂടി വന്ന് നോക്കി ഇമ്മ ഇറക്കനെ ചേറി നീ കാക്ക വരുന്ന നീ ഉള്ള പിന്നാലെ വിളിച്ചെത്തിക്കോ, ഞങ്ങൾക്കെന്നെ ഇവിടെ പാകില്ലാതെ ഞങ്ങൾ ജീവിക്കുകയാണ്. കാക്കാന്നൊരു പിന്നാലൊക്കെ വെച്ചു കൊണ്ടുവരിക അതും നമുക്ക് കാര്യണ്ടായിരുന്നില്ലേ. എന്നിട്ട് മാരെ ചേറി കുറച്ച് വന്നോക്കുമ്പോണ്ട് പറയാന് ഞാനും ഉമ്മി കൂടെയാണ് ചീറി എന്താ വെച്ചിട്ട് നോക്കുമ്പോ മോനെ വലിയൊരു പോക്കാൻ പൂച്ചയാണ്. മൂത്താപ്പ വിചാരിച്ച് പുലിയുടെ കാര്യല്ലേ, പുലിയാണാ പിന്നെ ചൈത്താനാവാച്ച് മൂത്താപ്പ ചീറി. ഇത് കേട്ടപ്പോ ഉമ്മയും ചീറി, ഞാൻ ഉറക്കാനാണ്ട് ചീറി. എന്തായാലും ഇവരെ ചീറല്ലേ അതിന് കൊടുത്ത് ഞാൻ ഉറക്കാനാണ്ട് ചീറി. എന്നോട് പല ആൾക്കാരൊക്കെ ഓടി വന്ന് നോക്കുമ്പോ ഇതാണ് നോക്കാൻ പൂച്ചനെ ഇങ്ങനെ വെച്ച് വെക്കുന്നു. അപ്പൊ സുബൈദിൻ ടീമുകളൊക്കെ പറയാ എല്ലാരും കൂടി പറയാ ഞങ്ങൾ കേസ് കൊടുക്കൂട്ട നിങ്ങൾ ഉമ്മി മക്കളെ എന്നും തുടങ്ങിയതാണ് ഇങ്ങനെ ചീറി പൊളിക്കുന്നത്. അതാണ് എല്ലാരും പറയണ്ടേ. മൂത്താപ്പ മേടിച്ചിരിക്കണ്. മൂത്താപ്പ മോനെ ആ രാത്രി എന്നോട് പറയാ ഉറങ്ങിയില്ല. പിന്നെ പെരയൊക്കെ കൊണ്ടാക്കി ഈ നാട്ടുപാതർക്ക് ആര് കൊണ്ടാക്കാനാ? ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇരട്ടി കായ് കൊടുക്കേണ്ടി വരൂലേ? ഞങ്ങളുടെ അടുത്ത് കായ് ഇല്ല. മോനെ എന്നോട് പറയാൻ ഇങ്ങനെ എന്നിട്ട് മോനെ എന്നോട് പറയാൻ്റെ വാവാ നേരം വളർത്തിട്ട് മൂത്താപ്പ ഞങ്ങള് വിചാരിച്ചപ്പോ പോകും വിചാരിച്ചു. രാവിലത്തെ മൂത്താപ്പ പറഞ്ഞു എന്തായാലും ഞാനും വളർത്തിയില്ലെങ്കിൽ ചായ കുടിച്ചിട്ട് ഞാൻ പോകണുള്ളൂ പറഞ്ഞു. മൂത്താപ്പാക്കാണെങ്കിൽ പത്തിരി ഉണ്ടാക്കണം, കോയമ്പൊടിയും വേണം. പത്തിരിയും കോയമ്പൊടിയൊക്കെ ഞാൻ മൂത്താപ്പ കൂടി തിന്ന് അമ്മ പറഞ്ഞു ഇപ്പൊ കൊണ്ടാക്കിയാലാണ്. അപ്പൊ മൂത്താപ്പ പറഞ്ഞു ഇന്നലെ എട്ടാത് ഇങ്ങനത്തെ സംഭവം ഇന്നലെ വന്നിട്ട്. അത് കഴിഞ്ഞപ്പോ മൂത്താപ്പ പറഞ്ഞു എന്തായാലും വന്നില്ലെങ്കിൽ നെയ്ച്ചോറ് തിന്നിട്ട് ഞാൻ പോയിക്കോളാം. അങ്ങനെ അമ്മ കജ്ജിന് കാവില്ലാതെ അവിടെ നിന്നൊക്കെ മേടിച്ച് നെയ്ച്ചോറ് തിന്നിട്ട് മൂത്താപ്പാനെ പറഞ്ഞയച്ചു. ഇന്റെ ഒച്ചയും പോയി. ഇമ്മാക്കാണെങ്കിൽ വ്യാധാവും ചെയ്തു. ഇമ്മ എന്താ പറ്റുവോ? ഇമ്മ അങ്ങോട്ട് പോയിട്ടുണ്ട്. പണിയൊക്കെ എടുത്ത് ജീവിക്കേണ്ട പോയതിന്റെ വാവാ
കൂടി ഇനിയിപ്പോ മൂത്താപ്പ ബൈക്ക് വരുവോന്നില്ലല്ലേ മൂത്താപ്പ ഇനിയിപ്പോ വരൂലേ പോക്കാൻ കണ്ടിട്ട് പേടിച്ചു പുലിന്റെ കണ്ട് പേടി വരുത്തില്ലല്ലേ പോവാൻ വിളിച്ചു മുത്തുമാക്ക് അപ്പൊ കുടുകുടുക്കോ പനിക്കുക അത്ര വെച്ചും പായി മറിയില്ല അത്ര മുത്താപ്പ പോക്കാമ്പൂച്ചനെ എല്ലാ ചെയ്താനാണ് കണ്ടിക്കണ് പോക്കാമ്പൂച്ചനെ കണ്ടിക്കണ് ഉമ്മ അങ്ങനെ മോച്ച് നിൽക്കണം പോക്കാമ്പൂച്ച ഇന്റെ ഒച്ച പോയില്ല മാനെ എന്നോട് പറയാനേ ഇമ്മ അറിയാ എന്നോട് പറഞ്ഞു ഒച്ച പോയത് ചീറിട്ടൊന്നല്ലടാ പിരാക്ക് അത്ര എനിക്ക് നല്ല പിരാക്കുണ്ട് എല്ലായിടത്തും ഇങ്ങനെ നടന്നിട്ടേ ഞാനിങ്ങനെ എല്ലാരും മുഖത്തൊക്കെ കാര്യം പറയേ അപ്പൊ ഇമ്മ അറിയാ അന്നെ മുഖത്ത് ഇളിച്ച് കാണിക്കും ഇത് തിരിഞ്ഞ അന്നെ കുറ്റം പറയാണ് പിരാക്കാണെന്ന് ഇമ്മ എന്നോട് പറഞ്ഞേക്കുന്നത് എമ്മ നോളാരൊന്നും പറയില്ല ഓരോരുത്തര് ഇപ്പൊ ആളെ പേരൊന്നും പറഞ്ഞില്ല ഞാന് സുബൈദാന്റെ പേര് പറഞ്ഞ ആവശ്യമില്ലല്ലോ അതുകൊണ്ട് എന്റെ ഒച്ച അത്ര മാനേ ഉറങ്ങിയിട്ടില്ല ഞാന് എനിക്കറിയാ കേക്കുമ്പോ നമുക്ക് സങ്കടം ഉണ്ട് എന്റെ സൗണ്ടൊക്കെ കേൾക്കുമ്പോ ഇതാണെങ്കിൽ വേളം വെച്ചിട്ടല്ലേ മക്കളെ തല്ലുപിടിച്ച് രണ്ടാളും എന്നും തല്ല് ആരൊക്കെ എന്നോട് എന്താണ് ഹായ് എന്ന് പറയാൻ പറയുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും ഹായ് ഞമ്മള് എന്തൊക്കെയാ പറയുന്നത് ഹായ് എന്ന് പറയപ്പോ എല്ലാരും ഹായ് ഇട്ടാ ഹായ് ഹായ് ആര് പറഞ്ഞത് ഹായ് അത് ഓർക്ക് കേട്ടവർക്ക് മനസ്സിലാവും പേരെന്തൊക്കെയൊക്കെ അറിയില്ല എല്ലാവർക്കും ഹായ് ഇട്ടാ നാളെ പണിയാണെന്ന് തുടങ്ങട്ടെ മക്കളെ കഴിഞ്ഞിട്ട് കണക്ക് ചോറും ചായ ഒക്കെ കുടിക്കാന് ആയിക്കോട്ടെ പോയിക്കോ